ഹായ് ഗായ്സ്, അപ്പം ഞാൻ വിറവനൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു നേരമായി കേട്ടോ. 3 മണിയായി സമയം. ഇപ്പോൾ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ട് പോകാണ്ട് ചോറ് വെക്കണ്ടെന്നില്ല കേട്ടോ. അപ്പം ഞാൻ വെച്ചിട്ട് പരിപ്പുണ്ടായിരുന്നു, മീനൊന്നും കിട്ടിയില്ലായിരുന്നു. പരിപ്പ് കറി വെക്കാണ്, പരിപ്പ് പുളിയും കറി വെക്കാണ്. അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതെല്ലാം വേവിച്ചേട്ടാ. ഞാൻ ആദ്യമേ വേവിച്ചത് നമ്മുടെ തക്കാളി, ഉള്ളി, സവാള എല്ലാം വേവിച്ച് പച്ചമുളകും കൂടെ ഇട്ട് വേവിച്ചു. അപ്പം അതിൻ്റെ കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ച് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. മഞ്ഞൾപ്പൊടി ഒരു മണം പോകാനാണ് അടച്ച് വെച്ചൊന്നും കൂടെ വേവിക്കുന്നത്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് ഇറക്കി വെച്ച് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ട് തന്നെ മുളക് പൊടി ഇടില്ല കേട്ടോ. ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. അങ്ങനെ ചട്ടി ചൂടപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് ഇട്ടതിന് ശേഷം കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കുക. ഇത്തിരി എരിവുള്ള മുളക് പൊടിയായതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂണാണ് ചേർക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. വെളുത്തുള്ളി ഞാൻ ചതച്ചിടുന്നുണ്ട്. വെളുത്തുള്ളി ഇടുന്ന എനിക്ക് കറി നല്ല രുചിയാണ്. ചതച്ചതിൻ്റെ കൂടെ മൂപ്പിച്ചിടുന്നു. ബ്രൗൺ കളറായി വരണം കേട്ടോ. വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായി നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പിലോട്ടാണ് ഇതെടുത്ത് ഒഴിക്കുന്നത്. മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച് പരിപ്പിലോട്ട് നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറാനാണ് മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരണം. ചെറുതായിട്ടൊന്ന് കലക്കി വെച്ച് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യത്തിന് പുളിവെള്ളം ചേർക്കാം. പുളിയും കറി ഇത് നല്ല രുചിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവർ ചെയ്യണ്ട, അറിയാത്തവർ ചെയ്തോളും. ആവശ്യമനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പൊടിയുപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൊടിയുപ്പില്ല, തീർന്നപ്പോൾ ഞാൻ കല്ലുപ്പാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ കറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വേണ്ടി കാണാം.